പ്രാപിച്ചിരിക്കുന്നതിനിപ്പോ ഒരു പൈങ്കുരുട്ടാ നമ്മുടെ ആരഹരമാണ് ഇതിട്ട് ചേർത്തിനി മനസ്സിനകത്തുള്ളിരിക്കുന്ന രൂപം തന്നെയാണ് ആഗ്രഹിച്ചതുപോലെ അല്ലേ? ശബ്ദമില്ലേ? അല്ലേ? ഉദ്ദേശിച്ചതുപോലെ നിന്റെ മനസ്സുകൊണ്ട് പ്രതിബിംബമായിരിക്കുന്ന രൂപത്തെ ഛായയായിരിക്കുന്ന ഭരണത്തോടു കൂടി നീ പകർത്തുന്ന നേരത്ത് നിന്റെ ആത്മരൂപത്തിനെയാണ് നീ പകർത്തിയെടുത്തിരിക്കുന്ന ബന്ധം വസ്തുവാണ്. അഷ്ടവിഗ്രഹത്തിനകത്ത് പ്രധാനമായിരിക്കുന്ന ഒരു വിഗ്രഹം ചിത്രം തന്നെയാണ് അല്ലേ? അതെന്റെ കുഞ്ഞിന്റെ കരത്താല് ഒരു വിഗ്രഹത്തിനെയാണ് ഇവിടെ സിദ്ധിച്ചത്. അതോ എന്റെ കുഞ്ഞിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മരൂപ സ്വരൂപമായിരിക്കുന്ന ഈ പൊന്നു തമ്പുരാണ്ടതായിരിക്കുന്ന രൂപം തന്നെയാണല്ല അല്ലേ? ഞാൻ കണ്ണാടി നോക്കിയതുപോലെ അത് കാണുന്നതേ അല്ലേ? ഇത് നമ്മുടെ മനസ്സറിഞ്ഞ് അല്ലേ എന്നിൽ തന്നെയാണ് അഭയം പ്രാപിച്ചത് അല്ലേ? അല്ലേ? ആർക്ക് കിട്ടാതിരിക്കുന്നൊരു വിദ്യ എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും കിട്ടൂല അല്ലേ? അങ്ങനെ ഈശ്വരൻ തന്നിരിക്കുന്നൊരു വിദ്യയാണിത് അല്ലേ? നിന്റെ കരത്ത് കൊണ്ട് ചെയ്തിരിക്കുന്നൊരു അനുഭവം അല്ലേ? ഈശ്വരൻ സ്വീകരി നാളേക്ക് അനേകമായിരിക്കുന്ന ഈ പ്രവൃത്തിയെ കൊണ്ട് എനിക്ക് സന്തോഷിക്കേണ്ടതായിരിക്കുന്ന മഹാഭാഗ്യം ഞാൻ തരും. എൻ്റെ കുഞ്ഞനക്കിത് സമർപ്പിക്കുന്ന നേരത്ത് അല്ലേ ഇവിടെ കുക്ഷി എനക്ക് നടക്കണ്ടേ? കൊണ്ടാ എൻ്റെ ഭോജനമില്ലേ? കൊണ്ടാ അനേകം വർണ്ണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ സപ്തവർണ്ണങ്ങൾ ചേർന്നിരിക്കുന്ന അനുഭവങ്ങൾ അല്ലേ? സപ്തവർണ്ണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം എന്തായി മാറും അല്ലേ? നമ്മുടെ ആ ഇത് ഭംഗിയായ സ്ഥാനത്തിനകത്ത് നശിച്ചു പോകാനിട വരുത്താതെ കാലങ്ങളെത്ര കഴിഞ്ഞാലും മാറ്റം വരുത്താതെ